ഹദീസുകളെ ഇന്ന് കാണുന്ന വിധത്തിൽ ക്രോഡീകരിച്ച് നൽകിയിരിക്കുന്നത് ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, തെളിവ് ഇപ്പം തരാം. എൻ്റെ കൈവശമുള്ള സ്വഹീഹുൽ ബുഖാരി മലയാള പരിഭാഷയുടെ മുഖവുരയിൽ ശ്രീ CN അഹമ്മദ് മൗലവി ഹദീസ് ക്രോഡീകരണം എന്ന തലക്കെട്ടിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. ഇത്തിരി ദീർഘമുണ്ട്, എങ്കിലും നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഹദീസ് ക്രോഡീകരണത്തെക്കുറിച്ച് അദ്ദേഹം ഇത് വായിച്ച് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് പിടിയിട്ട് ഹദീസുകൾ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അത് എത്ര കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഇവർക്ക് മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുത്തതെന്നുള്ളത്. അത് തന്നെയാണ് ഞാൻ വായിക്കാം. ഹദീസുകൾ ക്രോഡീകരിച്ച് ഗ്രന്ഥരൂപത്തിലാക്കുന്നത് ഇന്ന രൂപത്തിലായിരിക്കണമെന്ന് ആദ്യം ആരും നിശ്ചയിച്ചു വച്ചിരുന്നില്ല. അതായത് ഇന്നീ കാണുന്ന പരിഷ്കൃത രൂപത്തിലല്ല ആദ്യകാലങ്ങളിൽ ഹദീസുകൾ ക്രോഡീകരിച്ച് ഗ്രന്ഥരൂപത്തിലാക്കിയിരുന്നത്. ഒരാൾ നബിയിൽ നിന്ന് കേൾക്കുകയോ കാണുകയോ ചെയ്യുന്ന ഹദീസുകൾ അങ്ങ് എഴുതി വയ്ക്കും, അബ്ദുല്ലാഹിബ്നു അംർ ചെയ്ത പോലെ. മറ്റൊരാൾ തിരുമേനിയിൽ നിന്ന് ഹദീസ് കേൾക്കുകയോ കാണുകയോ ചെയ്ത തന്റെ ഗുരുവിൽ നിന്ന് കിട്ടിയ ഹദീസുകളെല്ലാം ക്രോഡീകരിച്ച് പുസ്തക രൂപത്തിലാക്കി വയ്ക്കും. ഉദാഹരണം ഹുമാമുബ്നു മുനബ്ബാഫ്. വേറൊരാൾ പല സ്വഹാബികളിൽ നിന്നുമായി കിട്ടിയ ഹദീസുകൾ ആ സ്വഹാബികളുടെ പേരുകളോടുകൂടി എഴുതി വയ്ക്കും. ഇങ്ങനെയാണ് പുസ്തക രൂപവൽക്കരണം ആരംഭിച്ചത്. പിന്നീട് അതിൽ പലരും വ്യത്യസ്ത മാർഗങ്ങൾ കൈക്കൊണ്ടുപോന്നു. ചിലർ ഒരു ഹദീസ് തങ്ങളുടെ ഫത്വകൾ, ഖലീഫമാർ കൽപ്പിച്ച വിധികൾ മുതലായവയോടൊപ്പം എഴുതി വയ്ക്കും. ചിലർ ഹദീസ് ഉദ്ധരിച്ച ശേഷം താബിഉകളുടെയും മറ്റു ചിലർ താബി ഉത്താവുകളുടെയും അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും എഴുതി വയ്ക്കും. പിൽക്കാലങ്ങളിൽ പരിഷ്കാരങ്ങൾ ഓരോന്നായി നടപ്പിൽ വരാൻ തുടങ്ങി. അധ്യായങ്ങളാക്കി വേർതിരിച്ചുകൊണ്ട് ഹദീസുകൾ ക്രോഡീകരിക്കാൻ ആരംഭിച്ചു. മറ്റു ചിലർ ഒരേ അധ്യായത്തിൽ തന്നെ പ്രാബല്യം നോക്കിയിട്ട് ഹദീസുകൾ 2-3 വകുപ്പുകളാക്കി തിരിക്കാൻ തുടങ്ങി. ഉദാഹരണം മിഷ്കാത്ത്. അപ്പോഴേക്ക് ഈ ഹദീസുകൾക്ക് വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ആവശ്യമാണെന്ന് കണ്ട് ചിലർ അതിലേക്ക് തിരിഞ്ഞു. അങ്ങനെ 100 കണക്കിന് വ്യാഖ്യാന പുസ്തകങ്ങൾ ഉടലെടുത്തു. ചിലർ ഓരോ പ്രത്യേക വിഷയങ്ങളെക്കുറിച്ചുള്ള ഹദീസുകളാകെ പരിശോധിച്ചെടുത്ത് ശേഖരിച്ച് പുസ്തക രൂപത്തിലാക്കാൻ തുടങ്ങി. പലരും ഒരേ ഗ്രന്ഥത്തിൽ തന്നെ പല ഹദീസുകളും 8-10 പ്രാവശ്യം ആവർത്തിച്ചെഴുതാൻ തുടങ്ങി. ചിലയിടങ്ങളിൽ ചുരുക്കമായിട്ടും ചിലയിടങ്ങളിൽ വിസ്തരിച്ചും. ഉദാഹരണം സഹീഹുൽ ബുഖാരി. ഒരു ഹദീസിൽ പല വിഷയങ്ങൾക്കും തെളിവുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ആ അധ്യായങ്ങളിലെല്ലാം ആ ഹദീസ് ഉദ്ധരിക്കും. അങ്ങനെയാണ് ആവർത്തനം വന്നത്. ഒരേ ഹദീസ് പല റാവികളും റിവായത്ത് ചെയ്യുമ്പോഴും ആവർത്തനം വരും. അവസാനം ഒരു വിഷയത്തെക്കുറിച്ചുള്ള മുഴുവൻ ഹദീസുകളും ഒരു കൊല്ലം ഇരുന്ന് തിരഞ്ഞാൽ പോലും കിട്ടാത്ത മട്ടിലാണ്. ശ്രദ്ധിച്ചു നോക്കണം, ഒരു വിഷയത്തെക്കുറിച്ചുള്ള മുഴുവൻ ഹദീസുകളും ഒരു കൊല്ലം ഇരുന്ന് തിരഞ്ഞാൽ പോലും കിട്ടാത്ത മട്ടിലാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ എത്തിച്ചേർന്നത്. അങ്ങനെ വന്നപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം സംബന്ധിച്ച് ഹദീസിൽ വ്യക്തമായ വിധിയുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പെട്ടെന്ന് തീർത്തു പറയുവാൻ മഹാപണ്ഡിതന്മാർക്ക് പോലും സാധിക്കാത്ത ഒരു ചുറ്റുപാടെത്തി. ഈ വിഷമാവസ്ഥ കണ്ട് മനസ്സിലാക്കിയിട്ട് മുസ്ലിങ്ങളുടെ ഈ കഷ്ടപ്പാടും ദുരിതവും വിഷമമൊക്കെ കണ്ടു മനസ്സിലാക്കിയിട്ട് ഇതിന് പരിഹാരമുണ്ടാക്കാൻ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് മുമ്പിട്ടിറങ്ങിയത് ഇസ്ലാമിക വിദ്യാപ്രേമിയും മഹാപണ്ഡിതനുമായ ഇംഗ്ലീഷുകാരൻ ഫിൻസിംഗാണ്. അദ്ദേഹം ഹദീസുകളുടെ ഇൻഡെക്സ് എന്ന നിലയ്ക്ക് ഒരു വലിയ ഗ്രന്ഥം തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചു. അത് തയ്യാറാക്കാൻ അദ്ദേഹം എത്ര കൊല്ലം അഹോരാത്രം പാടുപെട്ടിട്ടുണ്ടായിരിക്കും, അദ്ദേഹത്തിന് എന്തെല്ലാം വിഷമങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കുമെന്നെല്ലാം ആ ഗ്രന്ഥം, ആ ഇൻഡെക്സ് പരിശോധിക്കുന്നവർക്ക് ഊഹിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. ഇംഗ്ലീഷിലുള്ള ഈ അമൂല്യ ഗ്രന്ഥം കണ്ടപ്പോഴാണ് മുസ്ലിങ്ങൾ കണ്ണു തുറന്നത്. ശ്രദ്ധിച്ച് ഒന്നും കൂടി വായിക്കണേ നിങ്ങൾ. ഇംഗ്ലീഷിലുള്ള ഈ അമൂല്യ ഗ്രന്ഥം കണ്ടപ്പോഴാണ് മുസ്ലിങ്ങൾ കണ്ണു തുറന്നത്. സ്വന്തം മതഗ്രന്ഥം ഉഴഞ്ഞു മറിഞ്ഞ് ഇത്രയും നൂറ്റാണ്ടുകൾ, 1000-ലധികം വർഷം ഇങ്ങനെ കിടന്നിട്ടും ഇവരെ കണ്ണു തുറന്നില്ല, മുസ്ലിങ്ങളുടെ കണ്ണു തുറന്നില്ല. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആരംഭിച്ച ഒരു ക്രിസ്ത്യാനി ഇവരുടെ ഈ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് പാവം തോന്നി. അദ്ദേഹമാണ് ഇത് സഹായിച്ചിട്ട് ഇങ്ങനെ പുസ്തകമാക്കിയത്. നമുക്ക് വീണ്ടും വായിക്കാം. അപ്പോൾ ഏതായാലും ഇങ്ങനെ മുസ്ലിങ്ങൾ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ അവരത് അറബിയിലേക്ക് വിവർത്തനം ചെയ്തിട്ട് മിഫ്താഹു കുനൂസു സിന്ന എന്ന പേരിൽ 1934 ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചു. അതായത് 100 കൊല്ലം പോലും ആയിട്ടില്ല എന്നർത്ഥം. അല്ലാമ സയ്യിദ് റഷീദുരിള അവർകൾ ആ ഗ്രന്ഥത്തിന് ഒരു അവതാരിക എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം എഴുതിയ ഒരു വാചകത്തിൽ നിന്ന് ഹദീസിനെ കുറിച്ച് അറബികൾക്ക് എത്ര കണ്ട് പരിജ്ഞാനക്കുറവുണ്ടെന്ന് നമുക്ക് ഗ്രഹിക്കാം. അല്ലാമ റഷീദുരിള പറയുന്നു, ഹദീസുകളെ കുറിച്ച് അറിവുള്ള നമ്മുടെ സഹോദരന്മാരായ ഇന്ത്യൻ പണ്ഡിതന്മാരുണ്ടായിരുന്നില്ലെങ്കിൽ പൗരസ്ത്യ നാടുകളിൽ നിന്ന് ഹദീസ് പരിജ്ഞാനം മാഞ്ഞു പോകുമായിരുന്നു.
ഹദീസിനെ കുറിച്ചുള്ള ജ്ഞാനം ഈജിപ്ത്, സിറിയ, ഇറാഖ്, ഹിജാസ് എന്നീ നാടുകളിൽ നിന്ന് ഹിജ്റ 10-ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ ക്ഷയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഗ്രന്ഥം അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് മുഹമ്മദ് ഫുആദ് അബ്ദുൽ ബാക്കി ആണ്. പരിഭാഷയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് ഗ്രന്ഥകർത്താവ് ഫിൻസിംഗ് 5/3/1934 ലീഡനിൽ നിന്ന് അറബിയിൽ എഴുതിയിട്ടുള്ള കത്ത് ഈ പുസ്തകത്തോടൊപ്പം ചേർത്ത് അച്ചടിച്ചിട്ടുണ്ട്. അത് കാണേണ്ടതാണ്. സുനാൻ അബൂദാവൂദ് ആദ്യം അച്ചടിച്ചത് ഇന്ന കൊല്ലത്തിലല്ലേ എന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് പരിഭാഷകൻ ഗ്രന്ഥകർത്താവിന് എഴുതിയിട്ടുണ്ടായിരുന്നു. അക്കൊല്ലമല്ല, ഇന്ന കൊല്ലമാണ് അതൊന്നാമതായി അച്ചടിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഫിൻസിംഗ് മുഹമ്മദ് ഫുആദിനെ തിരുത്തിയിരിക്കുന്നത് ആ കത്തിൽ കാണാം. ഹദീസിന്റെ ചരിത്രത്തെക്കുറിച്ച് മുസ്ലിം പണ്ഡിതന് അജ്ഞാനവും അമുസ്ലിം പണ്ഡിതന് ജ്ഞാനവും. സിയൻ അഹമ്മദ് മൗലവി സ്വഹീഹ് ബുഖാരിയുടെ മുഖവുരയിൽ പേജ് 143-144. അപ്പൊ ഇവരുടെ അവസ്ഥ മനസ്സിലായല്ലോ നിങ്ങൾക്കിപ്പോ. ഇത് വായിച്ചപ്പോൾ പിടികിട്ടി കാണുമല്ലോ. കൂഴച്ചക്ക കുഴഞ്ഞ പോലെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്നു ഇവരുടെ ഈ ഹദീസുകളൊക്കെ. ഇസ്ലാമിന്റെ 2-ാം പ്രമാണമായി എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുന്ന ഹദീസുകളെ ഒന്ന് ഓർഡറിലാക്കാൻ വേണ്ടി 12 നൂറ്റാണ്ട് കാലത്തോളം മുസ്ലിങ്ങൾ പഠിച്ച പണി 18 നോക്കി. ക്യാ ഫലം, ഉച്ച്നഹി. ഇതായിരുന്നു ഇവരുടെ അവസ്ഥ, ഇവരുടെ പ്രമാണങ്ങളുടെ അവസ്ഥ. അവസാനം മുസ്ലിങ്ങളുടെ ഈ ദുസ്ഥിതി കണ്ട് പാവം തോന്നി ഒരു യൂറോപ്യൻ ക്രിസ്ത്യാനിയാണ് അതൊക്കെ ഇന്ന് കാണുന്ന വിധത്തിൽ ഒന്ന് അടുക്കിപ്പെറുക്കി മനുഷ്യർക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാക്കി കൊടുത്തത്. യൂറോപ്യന്മാർക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് ഇപ്പൊ പല ദാവാ പണ്ഡിതന്മാരും പാടി നടക്കുന്നത്. അവരുടെ ഉസ്താദുമാർ അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? ഈ ചരിത്രമൊക്കെ വന്നവർക്ക് നാണക്കേടല്ലേ ഇതൊക്കെ പുറത്തെറിഞ്ഞാല്? നാണക്കേടല്ലേ? അതുകൊണ്ടാണ് അവർ പറയുന്നത് യൂറോപ്യന്മാർക്കും ക്രിസ്ത്യാനികൾക്കൊന്നും ഇസ്ലാമിനെ കുറിച്ച് ഒരു പിടിയില്ലാന്ന്. പക്ഷെ എന്താണ് സത്യാവസ്ഥ? ഇസ്ലാം മതത്തിന്റെ 2-ാം പ്രമാണമാണ് ഹദീസ് എന്നൊക്കെ ഒരു വലിയ കാര്യത്തിൽ പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോളണം. ചക്കക്കൂട്ടാൻ പോലെ അഴകുഴമ്പായി കിടന്നിരുന്ന ഹദീസുകളെ മനുഷ്യർക്ക് മടുപ്പില്ലാതെ വായിക്കാൻ പറ്റുന്ന വിധത്തിൽ ക്രമീകരിച്ചു കൊടുത്തത് പോലും ഒരു യൂറോപ്യനാണ്, ഒരു ക്രിസ്ത്യാനിയാണ് എന്നതാണ് വസ്തുത. ഇപ്പൊ ഈ കാര്യം പറയാൻ ഇവർക്ക് നാണമുണ്ടെങ്കിലും കഴിഞ്ഞ തലമുറ വരെയുള്ള മുസ്ലിങ്ങൾക്ക് ആ കാര്യം പറയുന്നതിലൊന്നും യാതൊരു നാണക്കേടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷുകാരനായ ഫിൻസിംഗ് ആണ് ഹദീസുകളെ മനുഷ്യന് മടുപ്പില്ലാതെ വായിക്കാൻ പറ്റുന്ന വിധത്തിൽ ക്രോഡീകരിച്ചതെന്ന് ശ്രീ സിയൻ അഹമ്മദ് മൗലവി സ്വഹീഹ് ബുഖാരിയുടെ മുഖവുരയിൽ തുറന്ന് എഴുതി വെച്ചത്.